നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ 3-ാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വല്ല സാധ്യതയും ഉണ്ടോ ടീം ഇന്ത്യക്ക്? ടംബ ബൗമയും സംഘവും ചരിത്രം കുറിക്കുന്നതിന് തൊട്ടരികിലാണ്. ഇന്ത്യയിൽ വന്ന് ഒരു ടെസ്റ്റ് സീരീസ് ക്ലീൻ സ്വീപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ് നിൽക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഓരോ ദിവസത്തെ കളി കഴിഞ്ഞാലും നമ്മൾ വിശദമായിട്ട് റിവ്യൂ പറയാറുണ്ട്. എല്ലായ്പ്പോഴും പറയുന്ന പോലെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകൾ പറയുന്നതൊക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് റാഫ് ടോക്സിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, റാഫ് ടോക്സിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്കും പോസ്റ്റ് ഇടാം. അങ്ങനെ ചർച്ചകൾ സജീവമാവട്ടെ. പലരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ടേഴ്സിനെതിരെ ഇപ്പോഴേ തിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ കോച്ച് ഗൗതം ഗംഭീറിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ടെസ്റ്റ് കഴിയട്ടെന്നേ, എന്നിട്ട് ചർച്ചയ്ക്ക് നിന്നാൽ പോരെ. ഇപ്പോൾ നമുക്ക് ടെസ്റ്റിൻ്റെ കാര്യം തന്നെ ചർച്ച ചെയ്തു പോകാം. കളി നമ്മുടെ കൈവിട്ടിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ടെസ്റ്റിനെ നമ്മൾ സെഷൻ ബൈ സെഷനായിട്ടാണ് കാണേണ്ടത്. അങ്ങനെയാണ്. ഒരു സെഷനിൽ ഒരു ടീം ആധിപത്യം പുലർത്തിയെന്ന് കരുതി അടുത്ത സെഷനിൽ മറ്റു ടീമിന് തിരികെ വരാം. കണ്ടീഷൻസിൽ മാറ്റമുണ്ടാവും. മോർണിംഗ് സെഷൻ്റെ സ്വഭാവമാവില്ല നല്ല വെയിലുള്ള രണ്ടാം സെഷൻ്റെ അവസ്ഥ. മൂന്നാം സെഷൻ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ലൈറ്റ് ഡിറ്റീരിയേറ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ കണ്ടീഷൻസൊക്കെ വേറെയാണ്. അപ്പോൾ ഓരോ സെഷൻ ബൈ സെഷനായിട്ട് കാര്യങ്ങളെ എടുത്ത് ഇഴകീറി പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ 3 ദിവസങ്ങൾ 9 സെഷനുകൾ. ഈ 9 സെഷനുകൾ എടുത്താൽ 8 സെഷനും വിജയിച്ചത് സൗത്ത് ആഫ്രിക്കയാണെന്ന് പറയേണ്ടി വരും. ഇന്ത്യ ആകെ ഒരു സെഷനിലാണ് ഒരു മേൽക്കൈ നേടിയെന്ന് നമുക്ക് പറയാനുള്ളത്. ആദ്യ ദിവസത്തെ അവസാന സെഷനാണ്, ആ 4 വിക്കറ്റ് എടുത്ത സെഷൻ. അതൊഴികെ മറ്റൊരു സെഷനിലും ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ ആധിപത്യം പുലർത്താൻ പറ്റിയിട്ടില്ല. കംപ്ലീറ്റ് ഡൊമിനൻസ് ആണ് സൗത്ത് ആഫ്രിക്കയുടേത്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇനി ഒരു കാര്യം കൂടി, ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ പരിതാപകരമായ അവസ്ഥ സൂചിപ്പിക്കുന്ന കൃത്യമായ ഒരു കണക്ക് കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കട്ടെ. ഈ ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം ബോൾ ഫേസ് ചെയ്ത ബാറ്റർ ആരാണെന്നറിയാമോ? അത് കുൽദീപ് യാദവാണ്. 134 പന്തുകളാണ് അദ്ദേഹം ഫസ്റ്റ് ഇന്നിങ്സിൽ ഫേസ് ചെയ്തത്. രണ്ടാമത് യശസ്വി ജയ്സ്വാൾ 97, 3 വാഷിങ്ടൺ സുന്ദർ 92, 4 KL രാഹുൽ 63. അതിലുണ്ടെല്ലാം ഇന്ത്യൻ ബാറ്റർമാരുടെ അപ്രോച്ച് എന്തായിരുന്നു, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതിന് കൃത്യമായ വ്യക്തമായ ഉത്തരം ഈ കണക്കിലുണ്ട്. ടെസ്റ്റ് സൗത്ത് ആഫ്രിക്ക അവരുടെ ആദ്യ ഇന്നിങ്സ് 489 റൺസ് അടിച്ചിരുന്നല്ലോ. ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് ഇന്നലെ ആരംഭിച്ചു. ഇന്ന് 201 ഓൾ ഔട്ടായി. സൗത്ത് ആഫ്രിക്ക വേണമെങ്കിൽ അവർക്ക് ഫോളോ ഓൺ ചെയ്യിക്കാമായിരുന്നു ഇന്ത്യയെ. എന്നാൽ ഒരു ദിവസം മുഴുവൻ പോലും വിശ്രമം ലഭിക്കാത്ത ഇന്ത്യൻ ബൗളർമാരെ വീണ്ടും കളത്തിൽ ഇറക്കാനാണ് സൗത്ത് ആഫ്രിക്ക തീരുമാനിച്ചു. അവർ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നാളത്തെ 2 സെഷനുകൾ സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്താൽ കളി പൂർണ്ണമായിട്ടും അവർ കൊണ്ടുപോകും. ഇന്ത്യക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും, കളി സമനിലയാക്കാമെന്നുള്ള എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അതുപോലും ഇല്ലാതെയാക്കി കളയുമെന്നതാണ് യാഥാർത്ഥ്യം. ഓൾറെഡി അവർ 314 റൺസിന് മുന്നിലാണ്. നാളെ 2 സെഷനുകൾ അവർ ബാറ്റ് ചെയ്താൽ മതിയാവും. ഇത് വലിയൊരു സ്കോറായിട്ട് മാറാനും ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാനും. അപ്പോൾ ഇന്നത്തെ കളി വിലയിരുത്തുമ്പോൾ മാർക്കോ യെൻസൺ ഇന്ത്യക്ക് തോട്ടാ പൊള്ളുന്ന ഒരു 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 ഫിഗറായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഈ കളിയിൽ തന്നെ മൊമെൻറ്റം ചേഞ്ചിങ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഇന്നിങ്സിലെ ബാറ്റിങ്. പിന്നെ അദ്ദേഹം പന്തുകൊണ്ട് 6 വിക്കറ്റ് പിഴുതെടുക്കുക കൂടി ചെയ്തപ്പോൾ ഗ്രേറ്റ് ഓൾറൗണ്ടിങ് പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മാർക്കോ യെൻസൺ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഇന്ത്യക്ക് അതുപോലെ ഒരു വെൽ റൗണ്ടഡ് ഓൾറൗണ്ടർ പേസ് ബൗളിങ്ങിൽ ഇല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ത്യ ഒരു ഘട്ടത്തിൽ 95-1 എന്ന രൂപത്തിൽ നിന്നതാണ് ഇന്ത്യയുടെ ഇന്നിങ്സ്. അവിടെ നിന്ന് 122-7 എന്ന നിലയിലേക്ക് വീണുപോയി. ഇന്ത്യ അപ്പോൾ ബാക്ക് ഫുട്ടിലേക്ക് പോയി എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ 489 എന്ന സ്കോറിലേക്ക് സൗത്ത് ആഫ്രിക്ക പോയപ്പോഴേ നമ്മൾ ബാക്ക് ഫുട്ടിൽ പോയതാണ്. 1-0 ഓൾറെഡി അവർ ഈ ടെസ്റ്റ് പരമ്പര മുന്നിലാണ് എന്ന കാര്യം കൂടി നോക്കണം. അപ്പോൾ ഈ സീരീസ് കൈവിടുന്നതിൻ്റെ തൊട്ടരികിലാണ് നമ്മളുള്ളത്. വളരെ പെട്ടെന്ന് ഒരു പക്ഷേ
ഇന്ന് ഇന്ന് രാവിലത്തെ കളി ആരംഭിച്ച് രണ്ടാമത്തെ മണിക്കൂറിൽ തന്നെ കാര്യങ്ങൾക്ക് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും പിച്ചിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓഡ് ബോൾസ് ടേൺ ചെയ്തു, അല്ലെങ്കിൽ ബൗൺസ് ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ വാഷിങ്ടൺ സുന്ദറും കുൽദീപ് യാദവും ഏതാണ്ട് 35 ഓവറുകളോളം ക്രീസിൽ നിന്നു വിത്തൗട്ട് ട്രബിൾ. അതിനർത്ഥം എന്താ? പിച്ചിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ കുറച്ച് മുമ്പൊക്കെ ഓഡ് ബോൾസ് ടേൺ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഏർലി മോയ്സ്ചർ ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷമയോടുകൂടി അപ്ലൈ ചെയ്ത് ക്രീസിൽ നിൽക്കണമായിരുന്നു ഇന്ത്യൻ ബാറ്റർമാർ, പ്രത്യേകിച്ച് ടോപ്പ് ഓർഡർ ബാറ്റർമാർ. അത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ കളി മാറിയേനെ എന്ന് വ്യക്തമാക്കുന്ന ഒരു ഇന്നിങ്സാണ് ഈ 35 ഓവർ ഇവരൊരു ട്രബിളും ഇല്ലാതെ മുന്നോട്ട് പോയി ഡിഫെൻഡ് ചെയ്യുന്ന ബാറ്റിനെ മറികടന്ന് പോകുന്ന തരത്തിലുള്ള ഒന്നും ആ പിച്ചിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർമാരുടെ അപ്രോച്ചിൽ പ്രശ്നമുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ മാർക്കോ എൻസിൻ്റെ ബൗളിംഗ് നമ്മൾ എടുത്തു പറയണം. അദ്ദേഹം വളരെ അഗ്രസീവായിട്ട് ഷോർട്ട് പിച്ച് ബോളുകൾ പുറത്തെടുത്തു. അവിടെ നമുക്ക് കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ 4th 5 വിക്കറ്റ് ഹോളാണ് ഇവിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 93 റൺസിൻ്റെ മൊമെൻറ്റം ഷിഫ്റ്റിംഗ് ബാറ്റിങ്ങിനോട് ഇതുകൂടി ചേർത്ത് പറയണം. അതോടൊപ്പം തന്നെ യശസ്വി ജയ്സ്വാളിനെ പറഞ്ഞു വിടാൻ അദ്ദേഹം എടുത്ത ക്യാച്ച്. ഇന്ത്യയുടെ ഈ സീരീസിലെ ഏക ഹാഫ് സെഞ്ചുറിയനാണ് യശസ്വി ജയ്സ്വാൾ. സോ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും മാർക്കോ എൻസിനാണ് നമുക്ക് പണി തന്നത് എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇന്ത്യയിൽ ഒരു സിംഗിൾ ഇന്നിങ്സിൽ ബൗൺസർ ഉപയോഗിച്ച് ഇത്രയധികം വിക്കറ്റുകൾ എടുക്കുക എന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാരകമായിട്ടുള്ള ബൗൺസറുകൾ ധ്രുവ് ജുറൽ, രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി, ജസ്പ്രീത് ബുംറ ഇങ്ങനെയുള്ളവർക്കൊക്കെ പണി കൊടുത്തു എന്നത് നോക്കണം. ഏതായാലും മാർക്കോ എൻസിന് 8 ഓവറിൽ 18 റൺസിന് 4 വിക്കറ്റ്. ആ ഒരു സ്പെല്ലുണ്ടല്ലോ, ആ സ്പെല്ലിലാണ് ഇന്ത്യക്ക് കാര്യങ്ങൾ കൊളാപ്സ്ഡായി പോയത്. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ബാറ്റിംഗ് നിര പാനിക്കായതും അതുപോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെ കുറവും അവർക്ക് ഗുണകരമായിട്ട് മാറി. നമുക്ക് 1960 ശേഷമുള്ള ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ ചരിത്രമെടുത്താൽ നമ്പർ 3ലും നമ്പർ 4ലും ഉള്ള ബാറ്റർമാർ ജസ്റ്റ് 100 മാത്രമുള്ള നമ്പർ 3 ആൻഡ് നമ്പർ 4, അതുപോലെ തന്നെ ഫ്യൂവർ ദാൻ 1000 കരിയർ റൺസ്, അങ്ങനെ ഉള്ള ഒരു ബാറ്റിംഗ് നിരയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ സായ് സുദർശനും ധ്രുവ് ജുറലും ഒക്കെ വരുമ്പോൾ അതാണ് സംഭവിച്ചത്. എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു പാനിക്കാവുന്ന ഒരു അവസ്ഥയുണ്ടായി. നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടുകയും ചെയ്തു. ഇപ്പോഴെന്താ ഇപ്പോൾ കഴിഞ്ഞ 12 കൊല്ലക്കാലം നമ്മൾ അങ്ങനെ സീരീസ് ഒന്നും ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ രണ്ടാമത്തെ സീരീസ് നഷ്ടമാകുന്ന, ഹോം സീരീസ് നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടു, പിന്നെ ആകെ ഒരു മികച്ച പ്രകടനം നടത്തിയത് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ്. വീണ്ടും ഇതാ ലോക ചാമ്പ്യന്മാരായ WTC ചാമ്പ്യന്മാരായ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ നമ്മൾ മുട്ടിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായാലും ഇന്ത്യയുടെ ഇന്നത്തെ ബാറ്റിങ്ങിൻ്റെ തുടക്കം അത്ര മോശമൊന്നുമായിരുന്നില്ല. വളരെ അനായാസം ബാറ്റ് ചെയ്ത് പോയതാണ്. 65 റൺസ് വിത്തൗട്ട് ലോസ്. KL രാഹുലും യശസ്വി ജയ്സ്വാളും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അവിടെ നിന്നാണ് ഇന്ത്യൻ ഓപ്പണർമാരെ അവർ പറഞ്ഞു വിട്ടതും കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തതും. പിന്നെ എന്താ സംഭവിക്കുന്നത്? സായ് സുദർശൻ നമ്പർ 3ൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. കൊൽക്കത്ത ടെസ്റ്റിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം തിരികെ വരുന്നു. അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാതെ അദ്ദേഹം മടങ്ങിപ്പോകുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നാലെ വരുന്ന ബാറ്റർമാർക്ക് കാര്യങ്ങൾ റെഡിയാക്കാൻ കഴിയുമെന്നുള്ളത്. കാരണം പിച്ചിൽ വലിയ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സായ് സുദർശൻ 15ന് പോകുന്നു. അതുപോലെ തന്നെ നമുക്ക് ധ്രുവ് ജുറലിനെ നഷ്ടമാകുന്നു. ഡെക്കായിട്ടാണ് ധ്രുവ് ജുറൽ പോകുന്നത് നോക്കണം. എൻസൻ്റെ പന്തിൽ കേശവ് മഹാരാജ് പിടിച്ചു പോകുന്നു. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ടീക്ക് മുമ്പുള്ള, ടീ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെഷൻ്റെ അവസാനമാണ്, അതുകൂടി ശ്രദ്ധിക്കണം. ടീ എന്ന് പറയുമ്പോൾ സെക്കൻഡ് സെഷൻ നോക്കണ്ട. ടീക്ക് മുമ്പ് അവസാനമായിട്ട് ധ്രുവ് ജുറൽ കൂടി പോകുമ്പോൾ അതൊരു ബിഗ് ബ്ലോ ആയിരുന്നു. ദെൻ എന്താ സംഭവിക്കുന്നത്? അടുത്ത സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ക്യാപ്റ്റൻ ഋഷഭ് പന്തൊക്കെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ബാറ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അത് സംഭവിക്കുന്നില്ല. അവിടെയാണ് നമുക്ക് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. ഋഷഭ് പന്തിന് റൺസ് എടുക്കാൻ കഴിയുന്നില്ല. പോസ്റ്റ് ടീയിൽ
ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിച്ചു. യാൻസനെതിരെ ആണ് ആ ഒരു ശ്രമം നടത്തുന്നത്. സംഭവിച്ചെന്താ വെച്ചാൽ ഹെഡ് ചെയ്യുന്നു, കീപ്പറുടെ കയ്യിലേക്ക് പോകുന്നു. റെഡ്ഡിയും ജഡേജയും കൂടി വീഴുന്നു. ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് അവിടെ കൊളാപ്സ്ഡായി എന്ന കാര്യം ഉറപ്പായി. അതിനുശേഷമാണ് നോക്കുക, ജഡേജ 6 റൺസ് മാർക്കോ യാൻസൻ പറഞ്ഞയക്കുന്നു. നിതീഷ് കുമാർ റെഡ്ഡി 10 റൺസ് മാർക്കോ യാൻസൻ പറഞ്ഞയക്കുന്നു. സോ എന്താ സംഭവിച്ചത്? 95-1 എന്ന നിലയിൽ നിന്ന് നമ്മുടെ ടീം 122-7 എന്ന നിലയിലേക്ക് വീണുപോയി. അവിടെ നിന്നാണ് ഈ 2 പേര് ചേർന്നുകൊണ്ട് വല്ലാത്തൊരു ഫൈറ്റിംഗ് സ്പിരിറ്റോടെ ക്രീസിൽ നിന്നത്. 10-35 ഓവറുകൾ അവരവിടെ നിന്നു എന്ന കാര്യം ശ്രദ്ധിക്കണം. അതായത് രവീന്ദ്ര ജഡേജ പോകുന്നത് 44-ാമത്തെ ഓവറിലാണ്. പിന്നെ വാഷിങ്ടൺ സുന്ദർ അടുത്തായിട്ട് ഔട്ടാവുന്നത് 79-ാമത്തെ ഓവറിലാണ്. വാഷിങ്ടൺ സുന്ദറിനൊപ്പം കുൽദീപ് യാദവ് ക്രീസിൽ നിൽക്കുന്നു. കുൽദീപിനാണ് ഞാനിവിടെ കൈയടിക്കുക. വാഷിങ്ടൻ്റെ ബാറ്റിംഗ് കപ്പാസിറ്റി നമുക്കറിയാം. കുൽദീപ് അടിയുറച്ചൊപ്പം നിന്നു കൊടുത്തു. വാഷിങ്ടൺ സുന്ദർ സ്കോർ ചെയ്തും പോയി. വാഷിങ്ടൺ 92 പന്തുകൾ 2 4-ഉം 1 6-ഉം 48 റൺസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹാർമറുടെ പന്തിൽ അദ്ദേഹം വീണതോടെ ഇന്ത്യയുടെ കാര്യം കൈവിട്ടുപോയി. പിന്നെ ബൂംറ 5 റൺസ്, ഒരിക്കൽ കൂടി യാൻസനാണ് വിക്കറ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ കുൽദീപ് യാദവിനെയും യാൻസനാണ് പറഞ്ഞു വിടുന്നത്. 19 റൺസ്. സിറാജ് 2 റൺസുമായിട്ട് നോട്ട് ഔട്ടായി. സോ മാരകമായിട്ടുള്ള പേസ് ബോളിങ് അവിടെ പുറത്തെടുത്ത മാർക്കോ യാൻസൻ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഈ കളി ഇന്ത്യക്ക് അപ്രാപ്യമാക്കി തീർക്കുന്നതിൽ പ്രധാനപ്പെട്ട ഫാക്ടറായി വർത്തിച്ചത്. ഒപ്പം തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മയും ഈ സമ്മർദ്ദഘട്ടങ്ങളിൽ പാനിക്കായി പോയതും തിരിച്ചടിയായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തുടക്കത്തിൽ ആ വിക്കറ്റുകൾ വീഴുമ്പോൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പിച്ചിൽ വലിയ ഭൂതമൊന്നും ഉണ്ടായിരുന്നില്ല. ഏർലി മോയ്സ്ചർ അങ്ങ് ഡ്രൈ ആയതിനു ശേഷം പിച്ചിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ളത് തെളിയിച്ചതാണ് കുൽദീപും നമ്മുടെ വാഷിങ്ടൺ സുന്ദറും ചേർന്നുകൊണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കളി അപ്പോഴേക്കും കൈവിട്ടു പോകുന്ന അവസ്ഥ. 201-ന് നമ്മൾ ഓൾ ഔട്ട് ആകുമ്പോൾ മാർക്കോ യാൻസന് 6 വിക്കറ്റ്, സിമോൺ ഹാർമർക്ക് 1 വിക്കറ്റ്, കേശവ് മഹാരാജിന് 1 വിക്കറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 288 റൺസിൻ്റെ ലീഡുണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണമെങ്കിൽ ഇന്ത്യയെ ഫോളോ ഓൺ ചെയ്യിക്കാമായിരുന്നു. അവരത് ചെയ്യിക്കാതിരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇന്ത്യൻ ബൗളർമാർക്ക് ഒരു ഫുൾ ഡേ റെസ്റ്റ് പോലും ലഭിച്ചിട്ടില്ല. വീണ്ടും അവരെ ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് വളരെ ടയേർഡായിട്ടുള്ള ഇന്ത്യൻ ബൗളർമാരുടെ പ്രകടനത്തെ ബാധിക്കും. ആദ്യ ഇന്നിങ്സിൽ 151 ഓവർ എറിഞ്ഞതാണ്. പിന്നെ ഒരു ദിവസം ഫുൾ വിശ്രമിക്കാനുള്ള അവസ്ഥ പോലും ഇല്ലാതെ വീണ്ടും ബാറ്റ് ചെയ്യാൻ ഇറങ്ങേണ്ടി വരുന്നു. ഇപ്പോൾ ബൂംറ ഒരു അവസരം ഉണ്ടാക്കിയതായിരുന്നു, പക്ഷെ അത് എഡ്ജ് ചെയ്ത് വലിയ രൂപത്തിൽ അങ്ങ് പറന്നു പോവുകയാണ് ചെയ്തത്. റിക്കൽട്ടൺ 25 പന്തിൽ നിന്ന് 13-ഉം എഡൻ മർക്രം 23 പന്തിൽ നിന്ന് 12 റൺസുമായിട്ട് ക്രീസിലുണ്ട്. അതായത് 26 ഫോർ നോ ലോസ്, 26 ഫോർ നോ ലോസ് എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക ലെഡ് ബൈ 314 റൺസ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി മിറക്കിൾ സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കളി കൈവിട്ടു പോകും. കാരണം എന്താണെന്നറിയോ, അടുത്ത 2 സെഷൻ കൂടി അവർ നിന്ന് വെക്കുക. പിച്ചിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒരു പക്ഷേ 4th ഡേയിൽ കുറച്ചുകൂടി കിട്ടാനൊക്കെ ലഭിക്കും, ശരി. എന്നാൽ പോലും 2 സെഷൻ കൂടി അവർ നിന്ന് ഒരു 100 റൺസോ 100 ഒരു 150 റൺസോ ഒക്കെ അടിക്കുകയാണെങ്കിൽ ഈ സ്കോർ എവിടെ ചെന്ന് എത്തും നോക്കിയാൽ മതി. അത് ചേസ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിനെ കൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. ഇതിനോട് ചേർത്ത് പറയാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ. ഫാഫ് ഡു പ്ലസി പറയുകയുണ്ടായി, നേരത്തെ ഫാഫ് ഡു പ്ലസി പറഞ്ഞ കാര്യമാണ്. അതിവിടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ഇന്ത്യയിലെ എല്ലാ ടെസ്റ്റ് മാച്ചുകളും ഒരു കോപ്പി പേസ്റ്റ് പോലെയാണ്. അവരാദ്യം ബാറ്റ് ചെയ്യും. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്താൽ അവർ 500 റൺസ് അടിക്കും. എന്നിട്ട് ഒരു ഡാർക്ക് ആവുന്ന സമയത്ത്, അതായത് വൈകുന്നേര സമയത്തൊക്കെ അവർ ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് ആ ഡാർക്ക്നെസ്സിൽ അവരൊരു 3 വിക്കറ്റ് എടുക്കും. അടുത്ത ദിവസം കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വലിയ പ്രഷറിലായിരിക്കും. ഇതാണ് എല്ലാ ടെസ്റ്റിലും സംഭവിക്കുന്നത്. ഇതാണ് അവിടുത്തെ കോപ്പി പേസ്റ്റ് എന്ന്. സോ ഇത് ഇന്ത്യ ഉണ്ടാക്കിയിരുന്ന സ്വന്തം നാട്ടിലെ ഡൊമിനൻസിനെ കാണിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ നോക്കുക, കഴിഞ്ഞ സിൻസ് ഒക്ടോബർ 2024 കഴിഞ്ഞ ഒരു 12 മാസത്തിനിടക്ക് ഇന്ത്യയുടെ സ്വന്തം മണ്ണിലെ ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ നോക്കുക. ന്യൂസിലാൻഡിനെതിരെ ബംഗളൂരുവിൽ 46 ഓൾ ഔട്ട്, ന്യൂസിലാൻഡിനെതിരെ പൂനെയിൽ 156 ഓൾ ഔട്ട്, ന്യൂസിലാൻഡിനെതിരെ മുംബൈയിൽ 263 ഓൾ ഔട്ട്. എവിടെ ഈ 500 അടിക്കുന്നത്? ഇല്ലെന്നേ. ആ
ഡൊമിനേഷനൊക്കെ എങ്ങോ പോയി മറഞ്ഞിരിക്കുന്നു. പിന്നെ ആകെ ഇത് നമ്മൾ കണ്ടത് വെസ്റ്റ് ഇൻഡീസിനെതിരെ മാത്രമാണ്. അഹമ്മദാബാദിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആദ്യ ഇന്നിങ്സ് 448-5 ഡിക്ലെയർഡ്. ഡൽഹിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആദ്യ ഇന്നിങ്സിൽ 518-5 ഡിക്ലെയർഡ്. ശരി, ഇത് ആ പഴയ ഡൊമിനേഷൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കൊൽക്കത്തയിൽ 189 ആദ്യ ഇന്നിങ്സ് സ്കോർ, ഗുവാഹട്ടിയിൽ 201 ആദ്യ ഇന്നിങ്സ് സ്കോർ. സോ എവിടെയോ നമുക്ക് ആ ആധിപത്യം നഷ്ടമായിരിക്കുന്നു. ശരിയാണ്, ട്രാൻസിഷൻ പീരീഡാണ്, ഇതിലിങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ താരങ്ങൾക്ക് അതനുസരിച്ചുള്ളൊരു അപ്രോച്ച് ഇവിടെ ഉണ്ടോ, അത് വലിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ടീം കോമ്പിനേഷൻ ശരിയായോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉയരുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.